ഏറ്റവും വലിയ പോലീസ് മേധാവിയുടെ മകളെന്ന അഹങ്കാരത്താൽ വളർന്ന ഗീതു താൻ ആ വീട്ടിൽ ആരുമല്ലെന്നും താനൊരു ഓർഫനാണെന്നും ദത്തെടുത്ത് വളർത്തിയതാണെന്നും അറിഞ്ഞതോടുകൂടി ഒരുപാട് മാറുകയും തൻ്റെ ഭർത്താവ് അതറിഞ്ഞാണ് തന്നെ വിവാഹം ചെയ്തതെന്ന് അറിഞ്ഞതോടുകൂടി ഗീതു ആളാകെ മാറി. മടങ്ങിയെത്തി സഞ്ജീവനെയും തൻ്റെ സഹോദരങ്ങളെ അച്ഛനെയും ഒക്കെ സ്നേഹിക്കാൻ ഗീതു തുടങ്ങി. നല്ലൊരു ഭാര്യയായി മാറി. വർഷങ്ങൾക്ക് ശേഷം സഞ്ജീവൻ്റെ 2 സഹോദരിമാരും പഠിച്ച് രണ്ടുപേരും നല്ല മിടുക്കികളായി മാറി. രണ്ടുപേരും ഉയർന്ന ഉദ്യോഗസ്ഥരായി മാറി. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. സഞ്ജീവനും ഗീതുവും ഇന്നും അവർക്ക് ദൈവത്തെ പോലെ തന്നെയാണ്. അത്രയധികം ബഹുമാനവും അച്ചടക്കത്തോടെയും ആണ് സഞ്ജീവൻ 2 സഹോദരിമാരെയും വളർത്തിയത്. ഇന്നും അവരിൽ ആ അച്ചടക്കവും മര്യാദയും തന്നെയുണ്ട്. ഇന്നും ഏട്ടനും ഏട്ടത്തിയമ്മേ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയധികം ബഹുമാനവും ആണ്. ഇന്ന് വലിയൊരു വിശേഷ ദിവസം കൂടിയാണ്. ഇന്ന് സഞ്ജുവിൻ്റെയും ഗീതുവിൻ്റെയും 20ാം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വളരെയധികം സന്തോഷകരമായി 20 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് സഞ്ജീവനും ഗീതുവും. വളരെയധികം സ്നേഹത്തിലും ഇവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് എല്ലാവരും എത്തി. സഞ്ജീവൻ്റെ മൂത്ത സഹോദരിയും ഭർത്താവും എറണാകുളം സിറ്റിയിലാണ് ജീവിക്കുന്നത്. അവർ 2 പേരും എത്തി. മൂത്ത സഹോദരിയുടെ ഭർത്താവ് SI ആണ്. സഞ്ജീവൻ്റെ സഹോദരി സ്കൂളിലെ ടീച്ചറാണ്. സഞ്ജീവൻ്റെ ഇളയ സഹോദരിയും ഭർത്താവും എത്തി. ഇരുവരും ബാംഗ്ലൂരിലാണ്. 2 പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. എല്ലാവരും ചേർന്ന് സഞ്ജീവൻ്റെയും ഗീതുവിൻ്റെയും വിവാഹ വാർഷികം വളരെയധികം ആഘോഷപൂർവ്വം തന്നെ നടത്തി. ഇതാണ് ഇരുവരുടെയും ഒരേ ഒരു മകൻ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് സഞ്ജീവൻ്റെയും ഗീതുവിൻ്റെയും മകൻ. ഗീതുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും തന്നെ എത്തി. എല്ലാവരും ചേർന്ന് ഇരുവരുടെയും വിവാഹ വാർഷികം വളരെയധികം ആഘോഷപൂർവ്വം തന്നെ നടത്തുകയാണ്. സഞ്ജീവൻ്റെ അച്ഛനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. തൽപ്പേര് സദാശിവൻ 2 ഭാര്യമാരുമായി എത്തി. ഗീതുവിൻ്റെ സൗദാമിനി അമ്മായിയും അമ്മാവനും എത്തി. മക്കളില്ലാത്ത ഇവർക്ക് ഗീതു ഒരു മകൾ തന്നെയാണ്. ഗീതുവിൻ്റെ ഏതൊരു ആവശ്യത്തിനും അമ്മായിയും അമ്മാവനും ഉണ്ടാവും. സഞ്ജീവിൻ്റെ ഏറ്റവും പ്രിയനായ ഇടിക്കുള സാറും എത്തി. ഗീതു സമയം കിട്ടുമ്പോഴെല്ലാം മദറിനെ കാണാനായി ഓർഫനേജിലേക്ക് എത്തും. ഇവിടെയാണ് താൻ വളർന്നത് എന്നറിഞ്ഞ നാൾ മുതൽ ഗീതുവിന് മദറുമായും ആ ഓർഫനേജുമായി നല്ല അടുപ്പമാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഗീതുവും സഞ്ജീവനും മദറിനെ കാണാനും അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണാനും ഓടിയെത്തും. അവിടുത്തെ മക്കൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഗീതുവും സഞ്ജീവനും ചേർന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അവരുടെ പഠന ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം ഗീതുവും സഞ്ജീവനും നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഗീതുവിൻ്റെ അച്ഛനും പറ്റുന്നത്രയും ഹെൽപ്പ് ആ ഓർഫനേജിന് വേണ്ടി ചെയ്യാറുണ്ട്. അവിടത്തേക്ക് മാത്രമല്ല, ഗീതു പണത്തിൻ്റെ അഹങ്കാരത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഗീതു സത്യങ്ങളെല്ലാം അറിഞ്ഞതോടുകൂടി ഒരു ജോലിക്ക് കയറുകയും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനും തുടങ്ങി. ഇപ്പോഴാണ് ശരിക്കും ഗീതുവും സഞ്ജീവനും സന്തുഷ്ടരായതും.